ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. അഥ ശ്രീമദ്ഭഗവത്ഗീത ജ്ഞാനകർമ്മസന്യാസയോഗഃ. ശ്രീഭഗവാനുവാച വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഃ. അപ്പോൾ ജ്ഞാനകർമ്മസന്യാസയോഗം എന്ന് പറയുന്നത് 4ാമത്തെ ചാപ്റ്ററാണ്. ഭഗവാൻ വളരെ വിശിഷ്ടമായ ജ്ഞാനത്തെ അർജുനന് ഉപദേശിക്കുന്നതാണിത്. അപ്പോൾ വീതരാഗഭയക്രോധ എന്ന് പറയുമ്പോൾ രാഗവും ഭയവും ക്രോധവും ഒന്നുമില്ലാത്ത അവസ്ഥ, അതാണല്ലോ രാഗവും ഭയവും അങ്ങനെയുള്ള ക്രോധവും ഒക്കെയാണല്ലോ നമ്മളായിട്ടിങ്ങനെ വട്ടം ചുറ്റിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ. അപ്പം രാഗഭയക്രോധങ്ങളില്ലാത്തവരായി മന്മയ എന്നിൽ തന്നെ ലീനമായ ചിത്തത്തോടെ മാമുപാശ്രിത എന്നെ തന്നെ ആശ്രയിച്ച് ജ്ഞാനതപസാ പൂത ജ്ഞാനമാകുന്ന തപസ് കൊണ്ട്, പൂത എന്ന് പറയുമ്പോൾ പരിശുദ്ധം, അപ്പം ജ്ഞാനതപസ് കൊണ്ട് പരിശുദ്ധരായി ബഹവ എത്രയോ സാധകന്മാർ മദ്ഭാവം ആഗതാഹ എൻ്റെ ഭാവത്തെ തന്നെ പ്രാപിച്ചിട്ടുണ്ട് അർജുന എന്ന് പറയുന്നു. അതായത് ആത്മശ്രേയസ്സിന് പരമമായ ആ ലക്ഷ്യം, ആ പരമപദത്തിലേക്ക് എത്താൻ വേണ്ടി മനസ്സിനെ ശാന്തവും ഒക്കെ ആക്കി അങ്ങനെ ആ ഒരു പുരോഗതി പ്രാപിച്ച് ആ ഒരു ലക്ഷ്യത്തിലേക്ക് സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അവിടെ ഭഗവാൻ പറയുന്നത് ജ്ഞാനമായ തപസ് കൊണ്ടാണ് പരിശുദ്ധരാവേണ്ടതെന്ന്. അല്ലാതെ നമ്മളൊക്കെ പരിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ കുറേ എന്താ പറയുക, കുളിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ പരിശുദ്ധരാവുന്നത്. എന്നാൽ ഭഗവാൻ പറയുന്നത് ജ്ഞാന തപസ് കൊണ്ട് പരിശുദ്ധമാവണമെന്നാണ്. എങ്ങനെയാണ് ജ്ഞാന തപസ് കൊണ്ട് പരിശുദ്ധ? വേദാന്ത പഠനം, അതനുസരിച്ചുള്ള ജീവിതം, അതിലൂടെയാണ് ജ്ഞാന തപസ് നേടാൻ കഴിയുക. ആ ജ്ഞാന തപസ്സിലൂടെ മാത്രമേ ആർക്കും പരിശുദ്ധരാവാൻ കഴിയുകയുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ 3 യോഗങ്ങളുടെ സമന്വയമാണ് ഇവിടെ പറയുന്നത്. അതായത് കർമ്മയോഗം, അതായത് വീതരാഗഭയക്രോധ എന്ന് പറയുമ്പോൾ കർമ്മയോഗം, കർമ്മയോഗം രാഗഭയക്രോധം ഇവയിൽ നിന്ന് മോചനം കിട്ടും കർമ്മയോഗത്തിലൂടെ നമ്മൾ ചരിക്കുമ്പോൾ. അതായത് കർമ്മമാർഗത്തിലൂടെ ചരിക്കുമ്പോൾ രാഗഭയ ക്രോധങ്ങളൊക്കെ അകന്നു പോകും. അപ്പം നല്ല രീതിയിൽ എന്താ പറയുക, ആസക്തരായിട്ട് കർമ്മം ചെയ്യുക, ഫലം നിശ്ചയിക്കാതെ നല്ല കർമ്മം ചെയ്യുമ്പോൾ അവർക്ക് ഈ രാഗഭയക്രോധാദികളൊക്കെ അവരിൽ നിന്ന് അകന്നു പോകും. പിന്നെ അടുത്തത് ഭക്തിയോഗമാണ്. ഭക്തിയോഗം എന്ന് പറയുന്നത് ഭഗവാനിൽ തന്നെ സമ്പൂർണമായ ശരണാഗതി. അപ്പോൾ എന്നെ മാമുപാശ്രിത എന്നാണ്, മന്മയാ മാമുപാശ്രിതാഹ എന്ന് പറയും ഭക്തിയോഗത്തിൽ. അപ്പോൾ എന്നെ തന്നെ ആശ്രയിച്ച് ഭഗവാനിൽ സമ്പൂർണമായ ശരണാഗതിയുള്ള ആൾക്ക് മാത്രമേ ആ ഒരു ഭക്തി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ ജ്ഞാന തപസ് എന്നാണ്. അതായത് ഏതിൽ കൂടെ സഞ്ചരിച്ചാലും പക്ഷേ എത്തുന്ന ഒരേ സ്ഥലത്താണ്. ജ്ഞാന തപസ് എന്ന് പറയുന്നത് ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ വേദാന്ത തത്വങ്ങളുടെ പഠനം, അതുപോലെ അതനുസരിച്ചുള്ള ജീവിതവും കൂടി ആവണം. വെറുതെ പഠനം മാത്രം പോരാ എന്നും. ഇതെല്ലാം ആവുമ്പോൾ ഒരേ ലക്ഷ്യത്തിൽ തന്നെ എത്താൻ കഴിയും. അപ്പോൾ ഈ 3 ചിത്തശുദ്ധിക്കുള്ള ഉപായങ്ങളാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക, മനസ്സിനെ സ്ഥിരമാക്കുക, അതിനുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ശരീരത്തോടുള്ള ആ ഒരു താതാത്മ്യം കുറഞ്ഞു വരികയും മനോബുദ്ധി മണ്ഡലത്തിൽ, മനസ്സ് ബുദ്ധി അതുപോലെ ബോധമണ്ഡലത്തിൽ കുറച്ചുകൂടെ ശക്തരാവാൻ സാധിക്കുകയും ചെയ്യും എന്നും ഈ 3 മാർഗങ്ങളിലൂടെയും ഭഗവാനെ സാക്ഷാത്കരിക്കാം. എന്നാൽ ഈ 3 തരക്കാർക്കും ഒരേ മാർഗം തന്നെ പറയുന്നത് ശരിയാവില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ നോക്കുമ്പോൾ കുറേ തരത്തിലുള്ള കുട്ടികളുണ്ടാകും. കുറേ കുട്ടികൾ അതിബുദ്ധിമാന്മാരായിരിക്കും. പിന്നെ കുറേ പേര് ഒരു ശരാശരി കുട്ടികളായിരിക്കും. പിന്നെ കുറേ പേര് കുറച്ച് പഠനത്തിൽ അത്രയ്ക്ക് ശ്രദ്ധിക്കാത്ത മോശമായിട്ടുള്ള
രീതിയിലുള്ളവരായിരിക്കും. അപ്പോൾ ഈ 3 പേർക്ക് നമ്മൾ ഒരേപോലത്തെ മാർഗം അവലംബിച്ചാൽ അവർക്ക് പിന്നെ അത് അവരുടെ കഴിവുകളെ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ അതിബുദ്ധിമാന്മാർക്ക് കുറച്ചും കൂടെ കട്ടിയുള്ള വിഷയങ്ങളുമൊക്കെ അവർക്ക് കൊടുക്കണം. ഇപ്പോൾ കട്ടിയുള്ള മാത്സിൽ പ്രോബ്ലമൊക്കെ നമ്മൾ ചില ടീച്ചർമാർ നല്ല ബുദ്ധിമാന്മാർക്ക് കൊടുക്കുന്നത് കാണാം. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ളവർക്ക് അത് ആവശ്യമാണ്. അപ്പോൾ സാധാരണ ഒരു ആവറേജ് കുട്ടികൾക്ക് സാധാരണ ഉള്ള എക്സസൈസുകളൊക്കെ കൊടുക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ എത്തിക്കുന്നതിന് 3 മാർഗങ്ങൾ ഇവിടെ പറഞ്ഞു. കർമ്മയോഗം, പിന്നെ അതുപോലെ കർമ്മയോഗം നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പിന്നെ ശരീരാഭിമാനമുള്ളവർക്ക് ഈ കർമ്മയോഗത്തിലൂടെ രാഗഭയ ക്രോധങ്ങളെയൊക്കെ മാറ്റി ഭഗവാനിൽ പതുക്കെ പതുക്കെ എത്താൻ കഴിയും. അപ്പം മനസ്സിനെ മനസ്സിൽ നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നതിനാണ് ഭക്തിയോഗം എന്ന് പറയുക. അവിടെ ഭക്തിയോഗം എന്ന് പറയുന്നത് വികാരങ്ങളിലേക്ക് പെട്ടെന്ന് അടിമപ്പെടുന്നവർക്ക് പറ്റിയതാണ്. അപ്പോൾ മനസ്സിനെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ ജ്ഞാനയോഗം എന്ന് പറയുക. അപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമാന്മാരായിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ നല്ലത് ജ്ഞാനയോഗമാണ്. കാരണം ബുദ്ധിജീവികൾക്ക് പറ്റിയ മാർഗമാണെന്ന് ഇവിടെ പിന്നെ ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞു തരുന്നു. കാരണം ഏത് തരത്തിലുള്ള സാധകരായാലും ഏത് മാർഗം പിന്തുടർന്നാലും ഒരേ സ്ഥലത്ത് തന്നെയാണ് എത്തുക. ഇപ്പോൾ നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പല റൂട്ടുകൾ എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ പോകണമെങ്കിൽ കൊങ്കൺ വഴി പോവാം, അല്ലെങ്കിൽ തമിഴ്നാട് സേലം പാലക്കാട് സേലം വഴി അങ്ങനെ പോവാം. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ അവിടെ എത്തുന്ന അപ്പോൾ 2 റൂട്ടിൽ പോയാലും ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ എത്തുന്നത് എന്ന പോലെ തന്നെയാണ് ഭക്തിയോഗത്തിലൂടെ പോയാലും ജ്ഞാനയോഗത്തിലൂടെ പോയാലും അതുപോലെ കർമ്മയോഗത്തിലൂടെ പോയാലും നമ്മുടെ മനസ്സ് ഭഗവാനിൽ എത്തിച്ചേരുന്നു. മാം ഉപാശ്രിതാഹ, എന്നിൽ തന്നെ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പരിപൂർണ സാക്ഷാത്കാരത്തിന് യോഗ്യരാക്കുന്നു. ആത്മാനുഭൂതിയെ നമുക്ക് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പല മഹാത്മാക്കൾ ആത്മാനുഭൂതിയെ അല്ലെങ്കിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നതിനെ പല രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം അന്യോന്യം പകർത്തിയതാണോ എന്ന് തോന്നും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഒരേ അനുഭവം തന്നെയാണ്. പല മഹാന്മാരും പല രീതിയിൽ ഈശ്വരനെ അനുഭവിച്ചത്, ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ആ ഒരു അനുഭൂതിയെ വിവരിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഒന്ന് തന്നെയായിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. അതുകൊണ്ടാണ് ഇപ്പോൾ രമണ മഹർഷി പറഞ്ഞ കാര്യങ്ങളിലും പിന്നെ അതുപോലെ ശ്രീരാമ പരമഹംസർ പറഞ്ഞ കാര്യങ്ങളിലും ഒക്കെ കുറേ എന്താ പറയുക ഒരേപോലുള്ള കാര്യങ്ങൾ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. അപ്പോൾ അതിന് കാരണം എല്ലാവരും എത്തുന്നത് ഒരേ സ്ഥലത്താണ്. അതുകൊണ്ടാണ് അതങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഒരേ അനുഭൂതിയിലാണ് ഈ ശരീര മനോബുദ്ധികളെ അതിക്രമിച്ച് ആ ഒരു ഈശ്വര സാക്ഷാത്കാരം നേടുമ്പോൾ എത്തിച്ചേരുന്ന ആ ഒരവസ്ഥ. അപ്പോൾ അത് ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറങ്ങുമ്പോൾ ഉറക്കം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ആ ഒരു സുഖമായി ഉറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ആ സുഷുപ്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ ഒരു ഫീലിംഗ് ആയിരിക്കും ഏകദേശം. നിങ്ങൾക്ക് ഉറങ്ങിയപ്പോൾ എങ്ങനെയാണ് ഒരു ഫീലിംഗ്, എന്തോ തോന്നി എന്ന് ചോദിച്ചാൽ എല്ലാ മനസ്സൊക്കെ അടങ്ങി ചിന്തകളൊന്നുമില്ലാതെ അങ്ങനെ വളരെ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുമ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഈശ്വര സാക്ഷാത്കാരം ഈ ഒരു അവസ്ഥ പോലെയാണെന്ന് പറയാം. ഇപ്പോൾ രാജാവ് ഉറങ്ങിയാലും ഒരു ഭിക്ഷക്കാരൻ ഒരു യാചകൻ ഉറങ്ങിയാലും ഒരു നല്ലവണ്ണം പണിയെടുക്കുന്ന ഒരാൾ ഉറങ്ങിയാലും ഈ 3 പേരും ഉറങ്ങുമ്പോൾ ആ ഉറങ്ങിയ ഒരു അനുഭൂതി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ഗാഢനിദ്രയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം ഒരേപോലെ ആകുന്നത് പോലെ പരമാത്മാവിനെക്കുറിച്ചുള്ള ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഭാവം, പരമാത്മഭാവത്തെ ഏത് രീതിയിൽ അറിഞ്ഞാലും ആ അറിവ്
അത് പിന്നെ ഒരേ തരത്തിലുള്ള ഒരു അറിവ് തന്നെ ആയിട്ട് മാറുന്നത് കാണാം. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗവാനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് അത് ഒന്ന് തന്നെയാണ്. അതാണ് അദ്വൈത ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വീതരാഗഭയക്രോധ, രാഗഭയ ക്രോധങ്ങളില്ലാത്തവരായി, വീതരാഗഭയക്രോധ മന്മയാമാമുപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസാ പൂതാമദ്ഭാവമാഗതാഃ. വീതരാഗഭയക്രോധ, രാഗഭയക്രോധങ്ങളില്ലാത്തവരായി, മന്മയ എന്നിൽ തന്നെ ലയിച്ച ചിത്തത്തോടുകൂടി, മാം ഉപാശ്രിത, മാം എന്ന് പറയുമ്പോൾ എന്നെ, ഉപാശ്രിതാഹ എന്നെ തന്നെ ആശ്രയിച്ച്, ജ്ഞാനതപസ ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട്, പൂത പരിശുദ്ധരായി, ബഹവ എത്രയോ സാധകന്മാർ, മദ്ഭാവം ആഗതാഹ എൻ്റെ ഭാവത്തെ പ്രാപിച്ചിട്ടുണ്ട് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ശ്ലോകം 10 ജ്ഞാനകർമ്മ സന്യാസയോഗം ചാപ്റ്റർ 4 ശ്ലോകം 10 ഒരിക്കൽ വായിക്കാം. വീതരാഗഭയക്രോധ മന്മയാമാം ഉപാശ്രിതാഃ ബഹവോ ജ്ഞാനതപസ പൂതാമദ്ഭാവമാഗതാഃ. ഓം തത്സത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭഗവാനെ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഓം തത്സത്.